ITI, ഡിപ്ലോമ, ബിടെക്, ഇലക്ട്രിക്കലും അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച ഒരു മികച്ച അവസരമായിരുന്നു പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം കണ്ടക്ട് ഉണ്ടായിരുന്നത് 7/10/2023 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. എക്സാം കണ്ടക്ട് ചെയ്തത് 2021 പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 7/10/2023. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫോഴ്സസിലേക്ക്, അതായത് പോലീസ് ആയിക്കോട്ടെ, ഫയർഫോഴ്സ്, അങ്ങനെയുള്ള ഫോഴ്സുകളിലേക്ക് നടക്കുന്ന പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നതിന് ഒരു വർഷത്തെ വാലിഡിറ്റി മാത്രമാണുള്ളത്. അപ്പോൾ 7/10/2023 വന്ന റാങ്ക് ലിസ്റ്റ് 7/10/2024 എന്ത് ചെയ്തിട്ടുണ്ടാവും, എക്സ്പയർഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നിലവിലൊരു റാങ്ക് ലിസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ തസ്തികയിലേക്ക് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വരാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കാറുള്ളത്, നമ്മൾ PSCയുടെ ട്രെൻഡ് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു സമയത്തും ഓരോ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുമ്പോൾ പുതിയ എക്സാംസ് വരുന്നതിൻ്റെ ഒരു പ്രോബബിൾ ഡേറ്റ്സ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാറുണ്ട്. കാരണം ഇത്തരം ഡേറ്റകൾ ഒരു പക്ഷേ ഇത്തരം എക്സാംസുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റാസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ എക്സാക്റ്റ് ആയിട്ട് ഏത് സമയത്ത് നടക്കും അല്ലെങ്കിൽ ഇന്ന മാസം നടക്കും എന്നൊന്നും ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആസ് ഓഫ് നൗ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷനിൽ ഏത് സമയവും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് OMR എക്സാമിനേഷൻ മാത്രമല്ല വരുന്നത്, അതിനുശേഷം വരുന്ന ഫിസിക്കൽ ടെസ്റ്റും അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ നോട്ടിഫിക്കേഷൻ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ വരാനുള്ള സാധ്യതയാണ് നമ്മൾ നിലവിൽ കാണുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, നിങ്ങൾ ഇതേപോലുള്ള എക്സാംസുകൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട്, ഇത്തരം അവസരങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ എൻട്രിയിലെ ഇത്തരം ചാനലിലൂടെ നമ്മൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. ഇനിയും ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. ഏതെല്ലാം ITI ട്രേഡ് കഴിഞ്ഞ ആളുകൾക്കാണ് ഉണ്ടാവുക, അതേപോലെ തന്നെ BTech കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്തരം സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സാധ്യതകളുള്ള, ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ എക്സാമിനേഷനിൽ 1ാം റാങ്കും 2ാം റാങ്കും 8ാം റാങ്കും 10ാം റാങ്കും ഉൾപ്പെടെ ആദ്യ 10 റാങ്കിലെ 4 റാങ്കും എൻട്രിയിലെ ഉദ്യോഗാർത്ഥികളായിരുന്നു. അപ്പോൾ ഇതേപോലെ ഏറ്റവും മികച്ചൊരു റിസൾട്ട് ഇൻ ഫ്യൂച്ചറും ക്രിയേറ്റ് ചെയ്യാനും ഒരുപാട് നല്ല ഉദ്യോഗാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കാനും കഴിയും എന്ന് എൻട്രി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.